Hi guys and welcome to 90 Plus India's first animated live tuition. Yes. So video ഓണാക്ക് എവിടെ അഭിഷേക് ഏഞ്ചൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെ? യെസ്, എല്ലാവർക്കും കേൾക്കുന്നുണ്ട് അല്ലേ? പാർവതി ക്ലിയർ അല്ലേ? ഏഞ്ചൽ, അക്വീന, യെസ്. പാർവതി റെഡി, ഏഞ്ചൽ റെഡി, അഭിഷേക്, അക്വീന എവിടെ? അക്വീന ഓക്കെ. അക്വീന മുൻകൂട്ടിയാണ്. എന്താ അഭിഷേക് അടുത്തൊരു സംഭവം? ഒരു സങ്കടം കൂടി നിർത്തുന്നു. ഒരു സങ്കടം. ഏഞ്ചലിനെ മര്യാദക്ക് കാണുന്നില്ലല്ലോ. ഏഞ്ചൽ ഒരു ഇരുട്ടത്തിൽ. എന്താ പാർവതിക്ക് മാത്രം ഇഷ്ടം? അഭിഷേക് എനിക്കൊരു എന്താ ചിരിക്കാത്തെ പാർവതി? യെസ്. അപ്പൊ ഇപ്പൊ കേക്കുന്നുണ്ടോ പാർവതി? ഞാൻ അലറാം. കേക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ കേക്കുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ കേക്കുന്നുണ്ടോന്ന്. യെസ്. ഓ, ആൻമറിയ, രാംലാൽ, അക്വീന. അക്വീനൊക്കെ റെഡി ആയില്ല. അക്വീന, ഓ ഇന്ന് സാറ്റർഡേ. അക്വീന ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അക്വീന കറങ്ങാൻ ഇറങ്ങിയതല്ലേ? എല്ലാ സാറ്റർഡേസും അക്വീന ട്രാവലിംഗ് ആയിരിക്കും. യെസ് രാംലാൽ. എല്ലാ സെഷൻസും നിനക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അല്ലേ രാംലാൽ? Then why in every sessions I used to clear your doubts? Then what happened? Only. Oh yes. So the day itself starts with Ramlal's question. Okay. Everything you ask is always out of the book. So it's okay. Come on. River Ganga. Oh my God, you reached there. Yes. River Ganga is in which state? That's an actual doubt. Abhishek, tell me, in which state is River Ganga situated? That's Ramlal's doubt. Ramlal is not asking you a doubt. I'm sure Ramlal is not asking a doubt. Ramlal is testing in which state Ganga is present. Chemistry question. How does it belong to chemistry? That's a social science question, right? I'm not sure how this is related to chemistry, but Ganga actually, it is not situated in one particular state. It flows through 3 different states. Right? How is it related to chemistry? It's not only Uttarakhand, Akuna. Like it's one of the states, it is surely Uttarakhand. But more states, 3 states are there. It's not only 2 states. It's not 3 states. And 4 to 5 states actually. Oh, that's a riddle kind of question you asked. പാർവതി ഇങ്ങനെ ഇച്ചിരി ചിരിക്കണോ കരയണോ? പാർവതി ഫുൾ ഡൗട്ടിലായി.
Anyway, that was nice. And Maria, video on and Maria. അൻമരി ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ അൻമരിയുടെ കെമിസ്ട്രി പഠിക്കാൻ വന്നിരിക്കുന്നതാണ്. Yes, Ramlal. Now also it's low. Okay. So now can you hear me? Yes. Okay. ആരതി സുഖല്ല ആരതി? ഒരു പ്രസാദം കുറവുണ്ടല്ലോ ആരതിക്ക്. ഒരു പ്രസാദം കുറവുണ്ടല്ലോ. നിങ്ങളുടെ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റിട്ടൺ എക്സാംസ്? You'll get it shortly, okay? പാർവതി എഴുതിയിരുന്നോ എക്സാംസ്? എഴുതിയിരുന്നു. ഓക്കെ. അഭിഷേക് പോർട്രേറ്റ് മോഡിലാ ക്യാമറ ഉള്ളത്, ഇപ്പൊ ലാൻഡ്സ്കേപ്പ് മോഡിലൊക്കെ. ആൻമറി എവിടേക്കാ മുങ്ങണ? ആൻമറിയ. ഓ, ആരത്തി, വെരി ഗുഡ്. ഞാൻ ആരത്തിനെ നോക്കി, നല്ല പേപ്പർ ആയിരുന്നു. പാർവതി എന്തോ കഴിക്കുന്നു, എനിക്ക് വിശക്കുന്നു. സീനില്ല, കഴിച്ചു. ഓക്കെ. സോ ഇന്ന് നമ്മൾ റിവിഷൻ ഓഫ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് ചെയ്യുന്നത്. തരാം, അഭിഷേകിന് മാർക്ക് കിട്ടാണ്ട് തരും, എല്ലാവർക്കും തരും. തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇന്ന് എല്ലാവർക്കും കിട്ടിയിരിക്കും. ഓക്കെ, കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രാംലാൽ, ഇനിയിപ്പോ only revision, right? We also completed all the chapters. ഞാൻ വരരുത് അല്ലേ? അതല്ലേ നീ ഉദ്ദേശിക്കുന്നത്? ജിതാൻ കേക്കണ്ട, ജിതാൻ കൊല്ലു. We'll start with the revision now. So Parvati ഈ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചപ്പോ Parvati was not in the class, right? So Parvati can ask me whatever doubts you have today. So when I'm explaining things to you, you can ask me. If you don't understand something, you can let me know. ബാക്കിയുള്ളവരെ കൊല്ലും ഞാൻ ആൻസർ പറഞ്ഞത്. എത്ര തവണ ഞാൻ ഓരോന്ന് പറഞ്ഞിരുന്നറിയോ? Yes, Parvati. Oh, that's good. കണ്ടു പഠിച്ച് കഴിച്ചു. നിങ്ങൾ ആരൊക്കെ എന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്? ആരതി കണ്ടിട്ടുണ്ടോ എന്റെ റെക്കോർഡഡ് സെഷൻസ്? The first question is to Abhishek. A substance that do not conduct electricity are called. Very good. അടുത്ത Angel John. ഇന്ന് full rapid fire session. എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു. A cation has dash charge. Angel, a cation has dash charge. എങ്ങനെയാ പോസിറ്റീവ് കിട്ടിയേ? ഇത് കണ്ടോ, ഈ പോസിറ്റീവ് സൈൻ കണ്ടോ? ഇതാണ് പോസിറ്റീവ്. കാറ്റയോൺസ് ആർ പോസിറ്റീവ്. ആനയോൺസ് എന്താ നെഗറ്റീവ് ആയിട്ട്? ആനയോൺസ് നെഗറ്റീവ്. അല്ലേ? അങ്ങനെ വേണം നോക്കാൻ. സിതാൻ വന്നല്ലോ. ഇഷ ആൻമറിയ ഇനി എങ്ങാനും വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഓക്കെ. അടുത്തത് പാർവതി. Distilled water when mixed with salt become a dash conductor of electricity.
distilled water when mixed with salt. അതിപ്പോ പുവർ കണ്ടക്ടർ എന്ന് പറഞ്ഞ് ഞാൻ കൺഫ്യൂസ്ഡ് ആക്കിയപ്പോ ഇനി ഒരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഗുഡ് കണ്ടക്ടർ. ഓ അക്വിന എത്തിയോ? പിന്നെ ഡ്രസ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെങ്ങനെയാണെന്നറിയോ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അയോൺസ് ഇല്ലാത്ത വാട്ടർ ആണ് ഡിസ്റ്റിൽഡ് വാട്ടർ. എല്ലാവരും ക്ലിയർ അല്ലേ? അയോൺസ് ഉണ്ടാവില്ല ഡിസ്റ്റിൽഡ് വാട്ടറിന്. അപ്പൊ അയോൺസ് ഉണ്ടെങ്കിൽ മാത്രല്ലേ നമുക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ ഗൈസ്? അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ ലിക്വിഡ്സിൽ. അപ്പൊ അതെന്താ സംഭവിക്കുക? ഈ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ, സോൾട്ട് എന്ന് പറയുന്നത് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ലേ? NaCl, Na+ Cl-, അല്ലേ? അപ്പോ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ സോൾട്ട് മിക്സ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഇപ്പൊ വാട്ടറിൽ സോൾട്ട് ഉണ്ട്, അപ്പൊ അത് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താവും? അയോൺസ് ആവും. അപ്പൊ അയോൺസ് ഉള്ളത് കൊണ്ടാണ് distilled water when mixed with salt it becomes a good conductor of electricity. അല്ലേ? മനസ്സിലായോ അത്? ആൻമറിയൊക്കെ എന്താ ഇത്ര പുച്ഛം? ആൻമറിയുടെ റൂമിൽ ആരെങ്കിലും വന്നോ ഇപ്പൊ? ഇപ്പൊ മനസ്സിലായില്ലേ? തലയാട്ട് ഗൈസ്, മനസ്സിലായി? തലയാട്ട് എന്ന് പറയുന്ന ഏഞ്ചൽ. സിദ്ധാനെ ഹെയർ കട്ട് ചെയ്തോ നീ? നല്ല വൃത്തി വെച്ചിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The closed path through which the current flows is called. The closed path. Yes, Ramlan. Oh, എന്ത് പറ്റി പാർവതി? ഞങ്ങൾ വ്യക്തമായില്ല പാർവതി കമന്റ് സെക്ഷനിൽ എന്തായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. the closed. പാർവതി ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നത്തിങ്. The closed path through which the current flows is called. ആരതി. പറഞ്ഞോ. The closed path. അത് തന്നെ, ഇലക്ട്രിക് സർക്യൂട്ട്. A closed path through which the current flows is called electric circuit. അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. ഡൗട്ട് ഉണ്ടോ അഭിഷേക്? അടുത്ത. Give any 2 examples of good conductors of electricity. Aquina. മര്യാദയ്ക്ക് നല്ല വൃത്തിക്ക് മുടി ചീരി വെച്ചതായിരുന്നു സീത. അതങ്ങോട്ട് കോളോ ആക്കി. അക്വീന. അക്വീന എവിടെ പോയി? ഓക്കെ, അക്വീന ഇപ്പൊ വരും. അപ്പൊ അക്വീന വരുമ്പോ നമുക്ക് ചോദിച്ചേക്കാം അവളുടെ പോയി. അക്വീന എവിടെ പോയി? വീഡിയോ ഓണാക്ക്. സിദ്ധാന്ത്, ഇന്ന് എക്സാം ഉണ്ടല്ലോ. ഏത് എക്സാം ആണ് ഉദ്ദേശിച്ചത്? റിട്ടൺ എക്സാം അല്ല, ഡെയിലി എക്സാം ഉണ്ട്. യെസ് അക്വീന. ക്വസ്റ്റ്യൻ അതാ. Give any 2 examples of good conductors of electricity. Okay, very good. അടുത്തതും കൂടെ പറയോ? Why rubber and plastic do not conduct electricity? അതങ്ങനെ അത്ര ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതിയാൽ പോരാ. ഇപ്പം they do not conduct electricity because current cannot pass through them.
അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വിൽ നോട്ട് ബി പോസിബിൾ ത്രൂ ദീസ് കൈൻഡ്സ് ഓഫ് സബ്സ്റ്റൻസസ്. അങ്ങനെ കുറച്ച് വലുതാക്കി എഴുതണം കേട്ടോ ആൻസേഴ്സ്. അല്ലേ, ഇൻസുലേറ്റേഴ്സ് മാത്രം എഴുതിയാൽ ചിലപ്പം 2 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ചിലപ്പോൾ 1 മാർക്കൊക്കെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of these will conduct electricity? Tap water or distilled water? Why? ഈ ക്വസ്റ്റ്യൻ ഞാൻ പാർവതിനോട് ചോദിക്കാം. പാർവതി. Okay, why? Very good. They contain ions. But distilled water do not contain ions. അടുത്ത question. Conduction of electricity in liquids occur through electrons. Do you agree? Give reasons. Ramlal. ഞാൻ മാർക്ക് ഇടാൻ പോവാ എല്ലാവർക്കും. ഐ എം പുട്ടിംഗ് മാർക്ക് ഫോർ ഓൾ. ഇവിടെ ആര് എവിടെ പോയി? അഭിഷേക്, അഭി. പിന്നെ ആരാ? പാർവതി, പാറു. രാംലാൽ, രാമു. ആരതി, ആരതി. സിധു, അന്നു, അഞ്ജു. പിന്നെ അയ്യോ അക്വീനൊക്കെ എന്ത് ചെയ്യും? പോടാ. അക്വീനു. പിന്നെ ഇഷ, ഇഷു. ശ്രദ്ധിക്കാത്തവർക്കൊക്കെ മൈനസ് മാർക്സ് കിട്ടും, ശ്രദ്ധിച്ചവർക്കൊക്കെ മാർക്സ് കിട്ടും. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയേണ്ടത് രാംലാൽ. Which of these conduction of electricity in liquids occurs through electrons? Do you agree? Give reasons. നോക്കട്ടെ രാംലാലിന് മാർക്ക് കിട്ടുമെന്ന്. കാല് മട്ടക്കി കൊല്ലണം. 2, 3 എത്ര 300 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. In solids it occurs through electrons. In liquids it occurs through ions. Ions ആണ് ലിക്വിഡ്സിൽ ഇലക്ട്രിസിറ്റി. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുന്നേ പോലും ഞാൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത് കേട്ടില്ലേ നീ രാംലാൽ? Ramlal is like, yes ma'am, I heard it, but surely I won't answer. കൊല്ലും ഞാൻ. അപ്പൊ എന്താ? In liquids electricity is conducted through ions, അല്ലേ? രാംലാലിന് എത്ര മാർക്കാണ് നെഗറ്റീവ് എടുക്കാം? രാംലാലിന് രാമു എവിടെ? രാമു -2. അടുത്തത് plastic wire is a Siddhan. Plastic wire is an insulator, a conductor, both of these, none of these. Plastic wire is an insulator. Very good. അപ്പൊ സിദ്ധാൻ എവിടെ? സിദ്ധു എവിടെ? സിദ്ധു 1 മാർക്ക്. അടുത്ത ഏറ്റവും മാർക്ക് കൊടുക്കുന്നവർക്ക് സമ്മാനം തരും. Poor conductors are Anne Maria. പ്ലാസ്റ്റിക് പുവർ കണ്ടക്ടർ ആണോ ഗുഡ് കണ്ടക്ടർ ആണോ? നമ്മൾ പ്ലാസ്റ്റിക് എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും എന്താ പറയാ പ്ലാസ്റ്റിക്കിന് ഷോക്ക് അടിച്ചതായിട്ട് നമുക്കറിയോ? പ്ലാസ്റ്റിക്കിലൂടെ നമുക്ക് ഷോക്ക് അടിക്കും ഇല്ല. അപ്പൊ പ്ലാസ്റ്റിക് ഗുഡ് കണ്ടക്ടർ ആണോ പുവർ കണ്ടക്ടർ ആണോ? പ്ലാസ്റ്റിക് നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ടക്ടറിന്റെ മേലെ നമ്മൾ ഇതിനെ കോട്ട് ചെയ്യുന്ന ഒരു സാധനമല്ലേ പ്ലാസ്റ്റിക്. അപ്പൊ പ്ലാസ്റ്റിക് പുവർ കണ്ടക്ടർ ആണോ ഗുഡ് കണ്ടക്ടർ ആണോ? പറ ആൻമറിയ. കള്ളത്തി പറഞ്ഞു കൊടുക്ക. ആരത്തി പറഞ്ഞു കൊടുക്ക ആൻമറിയക്ക്. Is it a good conductor or a
Is it a good conductor or a poor conductor of electricity? ആരത്തി പറഞ്ഞു കൊടുക്കുക അൻമരിക്ക് എന്താ സംഭവം അവിടെ. ആരത്തിനെ കാണുന്നില്ലല്ലോ. ആരത്തി എവിടെ? ആരത്തി രാംലാൽ, ആരത്തി പറയട്ടെ. ആരത്തി പറഞ്ഞു കൊടുക്കൂ. ആരത്തിക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ആരത്തിക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഇനി പറഞ്ഞു കൊടുക്ക്, ആൻമറിയക്ക് പറഞ്ഞു കൊടുക്ക് ഇതെന്തുകൊണ്ടാ. poor conductors are all of these. എന്തുകൊണ്ടാ all of these പറഞ്ഞു കൊടുക്കുക. എന്തുകൊണ്ടാ പ്ലാസ്റ്റിക്, cloth and wood are they, why are they considered poor conductors? പറഞ്ഞു കൊടുക്ക് ആൻമറിയക്ക്. നമുക്ക് പുതിയൊരു സ്റ്റുഡന്റ് ഉണ്ടല്ലോ, സിദാന്റെ. പറ. പറഞ്ഞോ, കേക്കുന്നുണ്ട്, പറഞ്ഞോ. വെരി ഗുഡ്. നോ ഫ്രീ ഇലക്ട്രോൺ. കുറച്ചുകൂടെ സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്ക്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കും വുഡും ക്ലോത്തും എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. സോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഇതിലൂടെ പാസ് ചെയ്യാത്തത് കൊണ്ട് എന്താ, ഇത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ ഇലക്ട്രിസിറ്റി, അല്ല അൻമറിയ? ഇപ്പൊ മനസ്സിലായോ? അൻമറിയക്ക് നെഗറ്റീവ്. അന്നു എവിടെ? അന്നു ഈശ്വര, എല്ലാവർക്കും നെഗറ്റീവ് ആണല്ലോ. സിദ്ധു മാത്രമാണല്ലോ സ്കോർ ചെയ്യുന്നത്. അടുത്ത ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൾഡ്. അഭിഷേക്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൾഡ്. എന്താ നീ പേടിക്കുന്നേ? ടെൻഷൻ ആയി പോയി അഭിഷേകിന്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൾഡ്. ഒന്നുകൂടി പറ. ഒന്നുകൂടെ പറയടാ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൾഡ്. ഇനി പറഞ്ഞ തെറ്റിപ്പോന്ന് ചേർത്തിട്ടാണോ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൾഡ്. പറ. കേൾക്കുന്നില്ല നീ പറയുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറ. ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ട്രൈ ചെയ്യൂ. Electric current. Very good. 2 marks. പേടിച്ചു എല്ലാം പോയി. പ്യൂർ ഓർ ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ്. ഇത് തെറ്റിച്ചാല് 8 മാർക്സ് കട്ടില്ല. 8 മാർക്സ്. ഏഞ്ചൽ ജോൺ. Pure or distilled water is a pure conductor, good conductor, both of these, none of these. Pure conductor ആണ്. Why is it a pure conductor? Because ions are not there, right? We do not have ions inside. Distilled water le ions illa. Okay? So adin clear ആണ്. Okay. ഒരു ക്വസ്റ്റ്യന് ഈ ആൻസർ ഞാൻ നിങ്ങൾ എഴുതിയെടുക്കണം. കാരണം വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇതിങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്? പൊല്യൂട്ടൻസ് ഫ്രം ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസ് ആർ ഹസാർഡസ്. നമ്മളിങ്ങനെ മുക്കുവണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും അല്ലെ, അതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസും എല്ലാത്തിനും വരുന്ന ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരിക. അപ്പൊ ഇതൊക്കെ പൊല്യൂട്ടൻസ് ആണ്. അതൊക്കെ ഹസാർഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ്
it will cause diseases, പിന്നെ കുറെ ബാഡ് എഫക്ട്സ് ഉണ്ടാവും ഉദ്ദേശിക്കുന്ന hazardous എന്ന് പറയും. So pollutants from electroplating industries are hazardous, and then this process uses lethal chemicals that can result in death. അപ്പൊ lethal എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? lethal എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ death causing. Lethal means death causing. So this process uses lethal chemicals that can result in death. അതൊക്കെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഡ്രോബാക്സ്. മനസ്സിലായല്ലോ? റിയാൻ വന്നിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത്? റിയാൻ, ടേൺ യുവർ ക്യാമറ ഓൺ. Turn your camera on, Riyan. Yes. Yes, Abhishek. Yes, cancerous ആണ്, carcinogenic ആണ്, carcinogenic. Yes, very good. അപ്പൊ ഇതൊക്കെയാണ് ഡ്രോബാക്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എല്ലാരും എഴുതിയെടുത്തല്ലോ. മൂന്ന് മാർക്കിന്റെ. അഭിഷേക് അങ്ങ് സന്തോഷായി അഭിഷേകിന്. ഡ്രോബാക്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് 2 മാർക്സിനാണെങ്കിൽ ഈ 2 പോയിന്റ് എഴുതാം. ഇനിയിപ്പോ 3 മാർക്സിനാണ് ക്വസ്റ്റൻ എങ്കിൽ അഭിഷേകിന്റെ പോയിന്റും കൂടെ എഴുതാം. കാർസിനോജനിക്. ആരും ഒരു അഭിഷേകിന്റെ പോയിന്റ് മാർക്ക്. എല്ലാരും എഴുതിയോ? റിയാൻ എന്താ ക്യാമറ ഓൺ ചെയ്യാത്ത? റിയാൻ വന്നല്ലോ. ഹായ് റിയാൻ. സുഖാണോ റിയാന്? ക്ലാസ്സിലേക്ക് അങ്ങനെ കാണുന്നില്ലല്ലോ. എന്നെ ക്ലാസ്സിലേക്ക് കാണാറില്ലല്ലോ. Miss, your lips is very dark. What is that? Lipstick. അല്ലാണ്ട് എങ്ങനെയാണ് എന്റെ ലിപ്സ് ഇത്ര ഡാർക്ക് ആവുക? ലിപ്സ്റ്റിക്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഇഷ? ഓക്കെ. ഇതാണ് ഡ്രോബാക്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. Most liquids that conduct electricity are solutions of. എന്താ ഞാൻ പഠിപ്പിച്ചത്? എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ഞാൻ ഒരു സ്ലൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് പറഞ്ഞു തന്നെ. Most liquids that conduct electricity are solutions of. സിദ്ധാൻ. ആൻസർ അറിയില്ല. പറ. അറിയില്ല. അറിയില്ലെങ്കിൽ പ്രശ്നമാവല്ലോ. അറിയില്ലെങ്കിൽ നമുക്ക് മാർക്സ് കുറയ്ക്കണല്ലോ. നിനക്ക് ഞാൻ 1 മാർക്ക് തന്നിട്ടുള്ളൂ. 2 - 2 0. ഇപ്പൊ സെറ്റായില്ലേ? മോസ്റ്റ് ലിക്വിഡ്സ് ആരാ വില്ലിംഗ് ആവുന്നതിന് ആൻസർ പറയാൻ? വേഗം. അക്വീന റെഡി. അക്വീന. അഭിഷേകിനെ കണ്ടില്ലടാ ഞാൻ. വെരി ഗുഡ്. So most liquids that conduct electricity are solutions of acids and bases. Salts. Okay, very good. അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ആസിഡിന്റെ സൊല്യൂഷൻസ്. അപ്പൊ ബേസും വാട്ടറും, ആസിഡും വാട്ടറും, സോൾട്ടും വാട്ടറും. അപ്പൊ സൊല്യൂഷൻസ്, അതിന്റെ സൊല്യൂഷൻസ് ആണ് എന്താണ്? ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പാർവതി അതാണോ പറഞ്ഞത്? കമന്റ്സ് പ്രൈവറ്റ് ആക്കാനാണോ ഉദ്ദേശിച്ചേ? ഓക്കെ. ഈ രാംലാൽ കാരണ. രാംലാൽ സ്പാം ചെയ്തു കമന്റ് സെഷൻ മുഴുവൻ. എന്നിട്ട് ഹാങ് ആയി എല്ലാവർക്കും.
ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അക്വീനന്റെ പോയിന്റ് ഇടാൻ പറഞ്ഞു. അക്വീനെ ഓർമ്മിപ്പിച്ചു. അക്വീനക്ക് എത്ര മാർക്സ് ആണ്? 2 മാർക്ക്. സാർ നിങ്ങൾ അൽഫ സാർ ഈ കമന്റ് സെഷൻ എല്ലാവർക്കും കാണാണ്ടിരിക്കാൻ എന്താ ചെയ്യാ? ഇവരെല്ലാവരും എന്റെ കമന്റ്സ് കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടാവുന്നില്ല ഈ രാംലാൽ കമന്റ് സെഷൻ സ്പാം ചെയ്യാം. എല്ലാവർക്കും അത് ഞാനിപ്പോ ആക്കിയതാ. അപ്പൊ അത് കറക്റ്റ് അല്ല. ഞാനാട്ടോ ചെയ്തത്. അൽഫ സാർ എന്നെ ഹെൽപ്പും ചെയ്തിട്ടില്ല. എടാ സാറ് എല്ലാം സെറ്റാ. ഞാനല്ലേ ഇവിടെ. ആണോ? ഇപ്പൊ കേക്കുന്നുണ്ടോ ഗൈസ് എന്നെ നിങ്ങൾക്ക്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാ വേണ്ട? റേസ് യുവർ ഹാൻഡ് എന്നിട്ടേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഫാക്ടറിനൊക്കെ മാറ്റി കിട്ടാനിട്ട്. പാർവതി ക്വസ്റ്റ്യൻ വേണ്ടെന്നാണോ പാർവതി ഉദ്ദേശിച്ചത്? ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ആരൊക്കെ ഉണ്ട് ഇവിടെ? രാംലാലിനോട് കുറെ നേരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. The passage of an electric current through a solution causes dash effects. ഇപ്പോഴും കേൾക്കുന്നില്ലേ ഇഷ? ഞാൻ ഒച്ചത്ത് പറയാം. Ramlal, the passage of an electric current through a solution causes dash effects. Shock. The passage of an electric current through a solution causes dash effects. Did somebody help you there? ഞാൻ വിചാരിച്ചു our chapter name itself is chemical effects of electric current. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ 10 മാർക്ക് കുറക്കും. എവിടെ രാമു? -2 +2 0. നെഗറ്റീവ് മാർക്സ് എന്ന് പോയിട്ടുണ്ട്. യെസ്. അതാരാ? അച്ചോ ആരെത്തി? സോറി ഇടാ, മാർക്കിടാം. എല്ലാരും എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ മാർക്കിടാൻ. അടുത്തത്. If you pass current through copper sulfate solution, copper gets deposited on the plate connected to the dash terminal of the battery. ഇങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. If you pass current through the copper sulfate solution, copper gets deposited on the plate connected to the dash terminal of the battery. Why is it positive terminal of the battery? നീ ഇനി ഒന്നും പറയണ്ട, തെറ്റാ. ശ്രദ്ധിച്ച് കേൾക്കണം. കോപ്പറിന്റെ ചാർജ് എത്രയാ? കോപ്പർ 2+ ആണോ കോപ്പർ 2- ആണോ? മൈനസ്. കോപ്പർ 2- അല്ലേ? ദൈവമേ, നിങ്ങളെയാണോ ഞാൻ കെമിസ്ട്രി? കോപ്പറിന്റെ ചാർജ് എത്ര? കോപ്പർ Cu2+, CuSO4. CuSO4 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ഒരു ഫോർമുല എടുക്കുമ്പോൾ the first part of the question is always positive and the second part of the question is negative. ഇത് ഓക്കെ. ഈ കോപ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഈ സെക്കൻഡ് പാർട്ട് ഈ SO4 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കോപ്പർ സൾഫേറ്റ് CuSO4. അപ്പൊ ഈ കോപ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് gets attracted to negative terminal or positive terminal? നെഗറ്റീവ്.
പിന്നെ എങ്ങനെയാ പോസിറ്റീവ് പറഞ്ഞേ? പാർവതീനെ ഞാൻ കൊല്ലും. പാർവതി ഇങ്ങനെ മാം എനിക്കൊന്നും അറിയില്ലല്ലോ മാം, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. ആ ആ ഇപ്പൊ തരാടാ നിനക്ക് മാക്സ് മാർക്സ് ഇപ്പൊ തരാം. രാമു -2. ഹൗ അറിയില്ലല്ലേ? ആ കോപ്പർ 2 മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗ. സി എല്ലാവർക്കും മനസ്സിലായോ വൈ ഇസ് ദിസ് നെഗറ്റീവ്? നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്തുകൊണ്ടാ കോപ്പർ അറ്റാച്ച്ഡ് ആവുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. കോപ്പർ പോസിറ്റീവ് ആണോ സൾഫേറ്റ് നെഗറ്റീവ് ആണോ എന്തൊക്കെ സംഭവിച്ചാലും ബൈ ഹാർട്ട് ചെയ്യണ്ട. CuSO4 we have CuSO4. Copper first part of the formula ആണ്. First part of the formula positive, second part of the formula negative. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനിയിപ്പോ സിങ്ക് സൾഫേറ്റ് ആണെങ്കിൽ എന്താ ചെയ്യാം? ZnSO4 സിങ്ക് സൾഫേറ്റ്. അപ്പൊ സിങ്ക് ഫസ്റ്റ് പാർട്ടിലാണ്. അപ്പൊ സിങ്ക് പോസിറ്റീവ് ആണ്, വിൽ ഗോ ടു ദി നെഗറ്റീവ് ടെർമിനൽ. ഗോട്ട് ഇറ്റ് എവരിബഡി? ആഞ്ജനേയ സ്വാമി എനിക്ക് ക്ഷമ. സിദാൻ കിട്ടിയോ? അത് എങ്ങനെയാന്ന് കിട്ടി? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of depositing a layer of any desired metal on another material using electricity is called aquina. Electroplating. Very good. എവിടെ അക്വീന? ഓ അക്വീന ആണല്ലോ സ്കോർ ചെയ്യുന്നത്. ആ ഡിഫൈൻ ഓ റൈറ്റ് വൺ യൂസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതാ ബെസ്റ്റ്. അഭിഷേക്. എന്താടാ? ആ കോട്ടിംഗ് ജ്വല്ലറി. പിന്നെന്തൊക്കെയാ? ഒന്നും കൂടെ പറ. ഇലക്ട്രോലൈസിസ്. ആ അതൊക്കെ എല്ലായിടത്തും കോട്ട് ചെയ്യാൻ പറ്റും. യെസ്, നിങ്ങൾ ഇങ്ങനത്തെ ഇത് തന്നെയാണ് നിങ്ങൾ മറ്റേ ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ യൂസേഴ്സിന് എക്സാമിനോ എഴുതി വെച്ചത്. ഞാൻ എല്ലാം കണ്ടതാ. വാട്ട് ആർ ദ യൂസേഴ്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്? നമ്മൾ ഉദ്ദേശിക്കുന്ന സി ലൈക്ക് ഇറ്റ് പ്രിവെന്റ്സ് കൊറോഷൻ, അങ്ങനത്തെ കുറച്ച് യൂസസ് ഇല്ലേ? ഞാനൊരു പ്രിവെന്റ്സ് റസ്റ്റിംഗ്, പ്രിവെന്റ്സ് കൊറോഷൻ, അങ്ങനത്തെ കുറച്ച് യൂസസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിപ്പോ ഫസ്റ്റ് എന്താ എഴുതാൻ പറ്റുക? കൊറോഷൻ പ്രിവെൻഷൻ, കൊറോഷൻ പ്രിവെൻഷൻ. പിന്നെ എന്താ? യെസ്, കോട്ടിംഗ് ജ്വല്ലറി. chromium plating. Very good. ഷൈനി appearance looks good. ഇതൊക്കെയാണ് യൂസേഴ്സ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഒരിക്കലും നിങ്ങൾ വാച്ചില്, ബാങ്കിളില്, ചെയിനില് അങ്ങനെ എഴുതി ഇങ്ങനെയാണെങ്കിൽ മാർക്ക് കിട്ടില്ല. അതൊക്കെ ഒരു കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് അല്ലേ? ഇപ്പം ജ്വല്ലറി, ഇപ്പം ഇയറിംഗ്സില്, പിന്നെ നെക്ലെസില് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. അതൊരു പാർട്ട് ഓഫ് ദി യൂസ്. അതായത് ജ്വല്ലറി അതൊരു യൂസ്. പിന്നെ അടുത്ത യൂസ് എന്ന് പറയുമ്പോൾ കൊറോഷൻ പ്രിവെൻഷൻ, പിന്നെ വരുന്നത് കോട്ടിംഗ് ജ്വല്ലറി. അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് എഴുതണം. രാംലാൽ സ്കാം പോലും. അടുത്തത് സിദാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. എടാ നിനക്ക് ഞാൻ നെഗറ്റീവ് മാർക്സ് തരുന്നില്ല, പക്ഷെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ മാർക്സ് തരാതെ വെച്ചത്. പാർവതി, കാഥോഡ് പോസിറ്റീവ് ടെർമിനൽ ആണോ? ഓക്കെ, അത് ആ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഇപ്പൊ തന്നെ ക്ലിയർ. പറ സിദാൻ. For electroplating copper on an iron object, which terminal of the battery is connected to the iron object? എന്തുകൊണ്ടാ പോസിറ്റീവ്?
ഏ എല്ലാത്തിനെയും കൊല്ലാൻ സമയമായി അല്ലേ? ഇതൊക്കെ കോപ്പർ നമ്മൾ അയേണിലേക്ക് കോട്ട് ചെയ്യാണ്. കോപ്പർ അയേണിലേക്ക് കോട്ട് ചെയ്യാണ് അല്ലേ? ഇപ്പൊ ഇതാ ഇവിടെ കോപ്പർ, ഇവിടെ അയേൺ ട്ടോ. നമ്മൾ കോപ്പർ അയേണിലേക്ക് കൊണ്ടുവരണം. കോപ്പർ അയേണിലേക്ക് സിദ്ധാർത്ഥ് 1 മാർക്ക് ഇപ്പൊ തരാടാ ഞാൻ നിനക്ക് 1 മാർക്ക്. അപ്പൊ കോപ്പർ നമ്മൾ അയോണിലേക്കാണ് കോട്ട് ചെയ്യുന്നത്. അപ്പൊ കോപ്പറും അയോണും ഇപ്പൊ അയോണിലേക്ക് കോപ്പർ നമ്മൾ വലിച്ചെടുക്കണമെങ്കിൽ അത് ഏത് പാർട്ട് ഓഫ് ബാറ്ററി ആയിരിക്കണം? അത് പറ നീ സിദ്ധാർത്ഥ്. സിദ്ധാന്ത് പറ. എടാ കോപ്പർ ഒരു ടെർമിനലില്, അയോൺ ഒരു ടെർമിനലില്. നമ്മൾ അയോൺ കോപ്പറിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അയോൺ കോപ്പറിന്റെ അവിടേക്ക് അല്ല, കോപ്പർ അയോണിന്റെ അവിടേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പൊ കോപ്പർ അയോണിന്റെ അവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? വലിച്ചു കൊണ്ടുപോകണം അല്ലെ? എന്ത് ഉപയോഗിക്കുന്നേ വലിക്കാൻ? ടിപ്പറാണോ? അപ്പൊ എന്ത് അട്രാക്ട്സ് വാട്ട്? പോസിറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ് എന്നല്ലേ? അപ്പൊ എന്താവും? അതെന്തായിരിക്കും ചാർജ്? നീ പറഞ്ഞ ആൻസർ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിനക്കത് എന്തുകൊണ്ടാന്ന് അറിയില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. എനിക്കറിയാം പ്രശ്നം എന്താന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എല്ലാരും എഴുതിയെടുത്തോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിതാ ഇങ്ങനെയാണ് ഇതുണ്ടാവുക ഇങ്ങനെ. എന്നിട്ട് നമുക്ക് കോപ്പർ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇപ്പൊ ഇതെന്താ? ഇത് അയോൺ, ഇത് കോപ്പർ, ഇത് അയൺ അല്ലേ? പിന്നെ ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അപ്പം കോപ്പർ ആൻഡ് അയോൺ ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആനോഡും കാഥോഡും എന്താന്ന് ആദ്യം പറയാം, അല്ലെങ്കിൽ പാർവതിക്ക് മനസ്സിലാവില്ല. പാർവതി, ആനയോൺ കാറ്റയോൺ എന്താ? ആനയോൺ കാറ്റയോൺ. ആനയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആൻഡ് കാറ്റയോൺ മീൻസ് പോസിറ്റീവ് ചാർജ്. അതല്ലേ പഠിപ്പിച്ചത്? ആനോഡും കാഥോഡും എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. മനസ്സിലായോ? അപ്പൊ ആനോഡ് എന്തായിരിക്കും? കൊല്ലും ഞാൻ. ആനയോൺ നെഗറ്റീവ് അല്ലേ? ആനയോൺ നെഗറ്റീവ് അല്ലേ? ആനോഡ് എന്തായിരിക്കും ചോദിച്ചു. ആനയോൺ നെഗറ്റീവ് ആണെങ്കിൽ ആനോഡ് പോസിറ്റീവ്, അത് ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ കാഥോഡോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ ഒബ്ജക്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ ഡെഫിനിഷൻ എഴുതണം. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നുള്ളത് ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഇനി നമ്മള് കോപ്പർ അയോണിലേക്കാണ് വരുത്തുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റല് എന്തിലാ വരുന്നത്? വെരി ഗുഡ് പാർവതി. സിദ്ധാൻ ആ മാർക്കിലാണ്ട് പോകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. തരാം. നമ്മൾ സബ്സ്റ്റൻസ് ടു ബി ഡെപ്പോസിറ്റഡ് എവിടെയാ? ഇപ്പൊ വളയാണ്, നമുക്ക് വളയിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ വള എവിടെ വരും? കാഥോഡിലാണോ ആനോഡിലാണോ? ഈശ്വര, നിങ്ങൾ ഇതൊക്കെ മറന്നല്ലേ? ആരതി, ഓർമ്മയുണ്ടോ ഇതൊക്കെ പറഞ്ഞു തന്നത്?
നിനക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു സ്ലൈഡൊക്കെ വരച്ച് ഒരു ഇതൊക്കെ വരച്ച് മെറ്റീരിയൽ ടു ബി ഡെപ്പോസിറ്റഡ് ആൻഡ് കാഥോഡ് ഓർമ്മയുണ്ടല്ലേ? അത് ഓർമ്മയുണ്ട്. പക്ഷെ എന്താ പറഞ്ഞത് എന്ന് മാത്രമല്ലോ. കൊല്ലും എല്ലാത്തിനും ഞാൻ കേട്ടോ. ഈ കോപ്പർ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുക. കാരണം നമ്മൾ എന്ത് മെറ്റലാണോ നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പം അയേണിലേക്ക് നമ്മൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ അയേൺ നെഗറ്റീവ് ടെർമിനലിലും കോപ്പർ പോസിറ്റീവ് ടെർമിനലിലും ഉണ്ടാവുക. നമ്മൾ എന്തിനോട് ഇപ്പം കോപ്പർ ഇസ് ഗെറ്റിംഗ് ഡെപ്പോസിറ്റഡ് ഓൺ അയോൺ, കോപ്പർ ഇസ് ഡെപ്പോസിറ്റഡ് ഓൺ അയോൺ. അപ്പൊ കോപ്പർ പോസിറ്റീവിലേക്കും അയോൺ നെഗറ്റീവിലും ഉണ്ടാവുക. മനസ്സിലായോ? അതിന് മറക്കോ? എന്നിട്ട് ഈ സൊല്യൂഷൻ എന്തായിരിക്കും? സൊല്യൂഷൻ CuSO4 ആയിരിക്കും. നമുക്ക് എന്താണോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിന്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും ഇലക്ട്രോലൈറ്റ്. അതും ഓർമ്മയുണ്ടോ പറഞ്ഞത്? അല്ലെ? ഈ 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കോപ്പർ ഷുഡ് ബി, അല്ലെങ്കിൽ നമ്മൾ വാട്ട് ഈസ് ബീങ് ഇലക്ട്രോപ്ലേറ്റഡ് ഓൺ, അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമ്മൾ ഗോൾഡ് നമ്മൾ അയേൺ ബാങ്കിളുടെ ചുറ്റും ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണം. അപ്പൊ അയേൺ എവിടെ ഉണ്ടാവുക? നെഗറ്റീവിലോ പോസിറ്റീവിലോ? അയേൺ എവിടെ ഉണ്ടാവുക? നെഗറ്റീവിലോ പോസിറ്റീവിലോ? അഭിഷേക് പറ, അയേൺ എവിടെ ഉണ്ടാവുക? നെഗറ്റീവിലോ പോസിറ്റീവിലോ? വെരി ഗുഡ്. അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇലക്ട്രോലൈറ്റ് വാട്ട് ഈസ് ഇറ്റ് രാംലാൽ? അത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. നോ, ഞാൻ രാംലാൽ എന്ന് വിളിച്ചിട്ടേ ഉള്ളൂ. രാംലാൽ ഇനി ആൻസർ ചെയ്യും. വാട്ട് വിൽ ബി ദി ഇലക്ട്രോലൈറ്റ് ഹിയർ? ഗോൾഡിന്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഹാപ്പൻ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? എന്നിട്ട് എന്താവും? ഈ കോപ്പർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് കോപ്പർ അയോണിലേക്ക് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ കോപ്പറിന്റെ ബാലൻസ്, കോപ്പർ വരുംതോറും കോപ്പർ പോകും. അങ്ങനെ മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല? അക്വീനൊക്കെ ഓർമ്മയില്ല പറഞ്ഞത്? ആഞ്ജനേയ സ്വാമി അക്വീന ട്രിപ്പിലായിരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇനി ഇത് മറന്നാ ഞാൻ മിണ്ടില്ല. ഇതാ, ഇത് കോപ്പർ, ഒരു സ്പൂൺ ആയിക്കോട്ടെ. ഇത് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാം. അയോൺ ഇതാ. ഇനി നോക്ക്, ഈ കോപ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്റ്റഡ് ആയിരിക്കും, അയോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഇവിടെ വരുന്ന ഇലക്ട്രോലൈറ്റ് എന്താ? CuSO4 ആയിരിക്കും. ഇത് എന്താണോ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിരിക്കും ഇലക്ട്രോലൈറ്റ്. അടുത്തത് തെരാട അഭിഷേകൻ. അപ്പൊ ഇതെന്താവും? ഈ കോപ്പർ ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ കോപ്പർ 2+ എന്താവും? ഈ കോപ്പർ അയേണിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ റോഡിന്ന് കോപ്പർ വരുന്തോറും ഇവിടെ നിന്ന് കോപ്പർ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കോപ്പർ ബാലൻസ്ഡ് ആയി. കുറെ കോപ്പർ വരുന്നു, ഇവിടെ നിന്നുള്ള കോപ്പർ പോകും, ഇവിടുന്ന് കോപ്പർ വരുന്നു, ഇവിടുന്ന് കോപ്പർ പോകും. അങ്ങനെയാണ് കളിക്കുക. സിദ്ധാൻ എന്ത് പറ്റി? എന്താ ഡൗട്ട്? എന്താടാ കേട്ടില്ലടാ. നീ വല്ലാണ്ട് സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. എടാ, നിങ്ങൾക്കൊക്കെ എന്താ എന്നെ പറഞ്ഞോടെ ഇത്രയും? ക്ലാസ് തുടങ്ങിയപ്പോ തുടങ്ങിയതാണല്ലോ. അല്ല, എപ്പൊ മനസ്സിലായോ ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെയാന്ന് സംഭവിക്കാന്ന്? മനസ്സിലായോ എല്ലാവർക്കും? പാർവതിക്ക് ക്ലിയർ ആയോ ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെയാന്ന്?
അങ്ങനെ ഈ കോപ്പർ ചെന്ന് ഇവിടെ ഡെപ്പോസിറ്റഡ് ആവും. അങ്ങനെ ആ അയേണിന്റെ ചുറ്റും കോപ്പർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഇലക്ട്രോപ്ലേറ്റ്. മനസ്സിലായോ പാർവതി? അടുത്തത് വാട്ട് ഇസ് എൻ ഇൻസുലേറ്റർ? നിങ്ങൾക്കൊക്കെ അറിയില്ല, ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുത്തത് ഇമ്പോർട്ടന്റ്. A substance which does not readily allow the passage of electricity is called an insulator. എഴുതിയെടുത്തില്ലേ? നെക്സ്റ്റ്, ടു ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് എഴുതും. ഇത് ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ജസ്റ്റ് ആസ് സോളിഡ്സ്. ഓക്കെ. വാട്ട് ഹാപ്പൻ രാംലാൽ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Do liquids conduct electricity? Just as solids conduct electricity, liquids also conduct electricity. Solutions of acids, bases and salts in water conduct electricity. നമ്മൾ aqua solution എന്ന് പറയുന്നത് എന്താ? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ aqua solutions എന്ന് പറയുക. അപ്പൊ ആസിഡ്സ് ഇൻ വാട്ടർ, ബേസസ് ഇൻ വാട്ടർ, സോൾട്ട് ഇൻ വാട്ടർ, ഇതാണ് ഇലക്ട്രോലൈറ്റ്സിന്റെ എക്സാമ്പിൾ. അക്വീന ഹാവ്. അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? What is LED? Why is it used in place of bulb in the tester? ആരാ ആൻസർ ചെയ്യും? What is LED? Why is it used in place of a bulb in the tester? Yes, Abhishek. Weak. It can even detect weak electric current. അല്ലേ? It glows with less current. അതാണ് ബൾബിന്റെ ഉള്ളിൽ ഇത് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു കറണ്ട് മതി അതിന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് LED-ക്ക്. Who told you to go write your exams? അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോയിട്ട് എക്സാം എഴുതുക. എല്ലാരും കൊല്ലം ടൈമായി. Ramlal, tell me what is LED and why is it used in place of bulb in the tester? Electrician. Electrician എന്താണ് ഇത് യൂസ് ചെയ്യുന്നത്? അതെ, രാംലാൽ പോയി. രാംലാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും നിങ്ങൾക്ക് എക്സാംസിൽ വരും. അതാണ് ഞാനിത് ഒരു 5-6 തവണ കാണിക്കുന്നത്. Does pure water conduct electricity? If not, what can we do to make it conducting? Yes. Is my voice low, guys? No. എല്ലാവർക്കും കേൾക്കണ്ടല്ലോ ഇഷ? എല്ലാരും കേൾക്കുന്നുണ്ട് എന്നാണല്ലോ പറയുന്നേ. ഒന്ന് ജസ്റ്റ് നെറ്റ്വർക്ക് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Does pure water conduct electricity? If not, what can we do to make it conducting? എന്തായിരിക്കും? അക്വീന പറ.
വെരി ഗുഡ്. ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മൾ ആസിഡ്സോ ബേസിസോ സോൾട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കണ്ടക്ടിങ്. മനസ്സിലായോ എല്ലാവർക്കും? യെസ്, ലിക്വിഡ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സൊല്യൂഷൻസ് ഓഫ് ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സ് ദേ ആർ കണ്ടക്ടിങ്, ദേ ആർ ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നിപ്പോൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി എക്സാമിന്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലും കൂടെ എടുക്കുന്നത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് പറഞ്ഞില്ലേ. ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇനി അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് അഡ്വാൻറ്റേജസ്? കൊറോഷൻ പ്രിവെൻഷൻ, പിന്നെ ജ്വല്ലറിയിൽ അങ്ങനെ കോട്ടിംഗ് ജ്വല്ലറി, ക്രോമിയം പ്ലേറ്റിംഗ്, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ലീഥൽ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ദേ ആർ ലെഫ്റ്റ് ഔട്ട് ഓഫ് ഇൻഡസ്ട്രീസ്, അല്ലേ? ക്യാൻസറസ് ആണ്, അപ്പൊ കാർസിനോജനിക് ആണെന്ന് പറഞ്ഞു അഭിഷേക്, അല്ലേ? സോ ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അടുത്തത് നോക്ക്. What will happen if we add sugar to it and then salt to it? Explain. Do distilled water conduct electricity? We know that. What will happen if we add sugar to it and then salt to it? Explain. പറ, ആര് എക്സ്പ്ലെയിൻ ചെയ്യും? ആൻമറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് അല്ല, കോവാലന്റ് കോമ്പൗണ്ട് ആണ്. അപ്പൊ എന്താ സിദ്ധാർത്ഥ? എടാ, ഞാൻ നിന്റെ കസിനെ പഠിപ്പിച്ചിട്ടതല്ല, ഞാൻ നിന്നെ പഠിപ്പിച്ചതാ. കോവാലന്റ് കോമ്പൗണ്ട് ആണ് ഷുഗർ. അപ്പൊ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇടുമ്പോൾ അത് അയോണൈസ് ആവില്ല. പക്ഷെ അയോണിക് കോമ്പൗണ്ട് ആണ് സോൾട്ട്. സോൾട്ട് ഇടുമ്പോൾ അത് അയോണൈസ് ആവും. അപ്പൊ ഷുഗർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്റ്റിംഗ് ആവില്ല, പക്ഷെ സോൾട്ട് ഇട്ടപാട് അത് കണ്ടക്റ്റിംഗ് ആവും. ഇപ്പൊ മനസ്സിലായോ അതിന്റെ ഡിഫറൻസ്? ഷുഗർ ഇട്ടാൽ അത് കണ്ടക്റ്റിംഗ് ആവില്ല, പക്ഷെ സോൾട്ട് ഇട്ടാൽ കണ്ടക്റ്റിംഗ് ആവും. അതുകൊണ്ടാണ് സ്പെഷ്യലി നമ്മൾ എടുത്തു പറയുന്ന ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്സിന്റെ സൊല്യൂഷൻസ് ആണ് കണ്ടക്റ്റിംഗ് സൊല്യൂഷൻസ്, അല്ലേ? മനസ്സിലായോ പാർവതി? അത് യെസ്. ഏഞ്ചൽ ജോൺ മനസ്സിലായോ? യെസ്, അതാണ് അതിന്റെ ആൻസർ. എഴുതിയെടുത്തോ എല്ലാരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ നെയിം ഓഫ് എ ഡിവൈസ് വിച്ച് ഗ്ലോസ് ഈവൻ വെൻ എ വീക്ക് ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ. ഇതാണ് ഞാൻ പറയുന്നത്. ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചോദിക്കുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ഏഞ്ചൽ ജോൺ പറ ഇതിന്റെ ആൻസർ. Write the name of a device which glows even when a weak electric current passes through it. എന്താ ഏഞ്ചൽ ജോണിന്റെ ആൻസർ? ഏഞ്ചൽ ജോൺ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഒരു 5 മിനിറ്റ് മുന്നേ? ബ്രെയിനോ? പാർവതി, LED അല്ലേ ആൻസർ? LED ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഇതാണ് LED എന്ന് പറഞ്ഞാൽ ഇതിന് വീക്ക് ഇലക്ട്രിക് കറന്റ് പോലും ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് LED. ഓക്കെ, അതുകൊണ്ടാണ് ബൾബിന്റെ ഉള്ളിൽ LED വെക്കുന്നത്. കാരണം എന്താ? അതൊരു കുഞ്ഞു കറന്റ് കിട്ടിയാൽ മതി അതിന് ഗ്ലോ ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ ഏഞ്ചൽ? ഓക്കെ, സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായോ? മനസ്സിലായില്ലേ? റിവിഷൻ ക്ലാസ്സസിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ് ഇഷ, എന്ത് പറ്റി? ഓക്കെ, അറിയാണ്ട്. ഓക്കെ, എല്ലാരും പോയി എക്സാം എഴുതിക്കോ. നോ, സ്റ്റേ ദർ. എന്നാ ഞാൻ പോട്ടെ, നിങ്ങൾ എക്സാം എഴുതി, ഞാൻ നിങ്ങളുടെ മാർക്കൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ ഗൈസ്, സോ ബൈ.
See you in the next session.